എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 89 ശ്ലോകം 30 മുതൽ 43 വരെ 13 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അർജുനന്റെ ഇങ്ങനെയുള്ള വീരവാദം കേട്ടപ്പോ ബ്രാഹ്മണന് തന്നെ ഒരു സംശയം. ബലരാമുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, വില്ലാളി വീരനായ പ്രദ്യുമ്നുണ്ട്, എല്ലാ കേമന്മാരുണ്ടായിട്ടും അവർക്കൊന്നും രക്ഷിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ലേ അവരും ഉണ്ടായിരിക്കണം. പിന്നെ എങ്ങനെയാ താങ്കള് രക്ഷിക്കണേ ചോദിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രാഹ്മണ ഉവാച സംഘർഷണോ വാസുദേവ പ്രദ്യുമ്നോ ധന്യിനാം വര അനിരുദ്ധോ പ്രതിരഥോ നത്രാതും ശക്നുവന്തിയത്. ബലരാമൻ, ശ്രീകൃഷ്ണൻ, വില്ലാളി വീരനായ പ്രദ്യുമ്നൻ, എതിരാളിയില്ലാത്ത അനിരുദ്ധൻ, ഇവർക്ക് യാതൊന്നിനെ രക്ഷിക്കാൻ ശക്തിയില്ലാതെ വന്നുപോകും. അവരൊന്നും ഉണ്ടായിരിക്കണ സ്ഥിതിക്ക് നിന്നെ ഞാൻ വിശ്വസിക്കില്ല പറയാൻ. തൽ കഥം ഭവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരൈ ചികീർഷസിത്വം ബാലിശ്യാൽ തന്ന ശ്രദ്ധത്മഹേ വയം. യോഗേശ്വരന്മാരായ അവർക്ക് സാധിക്കാത്ത കർമ്മം നീ എങ്ങനെ ചെയ്യും? മൂഢത ഹേതുവാൽ നീ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നേ ഉള്ളൂ. നിന്റെ ബുദ്ധിമോശം കൊണ്ട് ഞങ്ങള് നിന്റെ ഉദ്യമത്തെ ഒന്നും വിശ്വസിക്കണില്ല. അർജുന ഉവാച നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാർഷ്ണിരേവച അഹമോ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈ ധനു. അർജുനൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഞാൻ ബലരാമനല്ല, കൃഷ്ണനുമല്ല, പ്രദ്യുമ്നനുമല്ല, അനിരുദ്ധനുമല്ല. യാതൊരുത്തന്റെ വില്ല് ഗാണ്ഡീവമോ അർജുനനാണ് ഞാൻ. മാമവസ്ഥാ മമ ബ്രഹ്മൻ വീര്യം ത്രംബകതോഷണം മൃത്യും വിജിത്യ പ്രധനേ ആനേഷ്യേ പ്രജാം പ്രഭു. ഹേ ബ്രാഹ്മണ, കിരാതമൂർത്തിയായി എന്നെ പരീക്ഷിക്കാൻ ഒരുങ്ങി വന്ന അക്കാലകാലനായ ശിവനെ സന്തോഷിപ്പിച്ച എന്റെ പരാക്രമം അങ്ങ് അതിനൊന്നും അപമാനിക്കണ്ടാട്ടോ. ഹേ പ്രഭു, ഞാനേ അന്തകനെ ജയിച്ച് അങ്ങയുടെ സന്താനത്തെ കൊണ്ടുവന്നു തരുന്നുണ്ട്, വിശ്വസിക്കൂ ഒക്കെയാണ് പറഞ്ഞു. ഏവം വിശ്രംഭിതോ വിപ്ര ഫാൽഗുനേന പരം തപ ജഗാമസ്വഗൃഹം പ്രീത പാർത്ഥവീര്യം നിശാമയൻ. പരാക്രമത്താൽ ശത്രുക്കളെ നശിപ്പിക്കുന്ന ഹേ രാജാവേ, അങ്ങയുടെ പിതാമഹനായ അർജുനനാൽ ഇപ്രകാരം വിശ്വസിക്കപ്പെട്ട ആ ബ്രാഹ്മണൻ അർജുന പരാക്രമം കേട്ട് സന്തോഷിച്ചുകൊണ്ട് സ്വന്തം ഗൃഹത്തെ പ്രാപിച്ചു. അങ്ങനെ ബ്രാഹ്മണൻ സന്തോഷമായിട്ട് തിരിച്ചുപോയി. പ്രസൂതികാലാസന്നേ ഭാര്യായാദിജസത്തമാ പാഹി പാഹി പ്രജാം മൃത്യോ നിത്യാഹാർജുനമാതുര. ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തപ്പോ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ദുഃഖത്തോടുകൂടി അർജുന സമീപത്തിൽ വന്ന് അന്തകനിൽ നിന്ന് എന്റെ പുത്രനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. സൗപസ്പൃശ്യ ശുചംഭോ നമസ്കൃത്യ മഹേശ്വരം ദിവ്യാന്യസ്ത്രാണി സംസ്മൃത്യ സജ്യം ഗാണ്ഡീവമാദദേ. ഉടൻ അർജുനൻ ശുദ്ധജലത്താൽ ചെന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി മഹാദേവനായ പരമശിവനെ നമസ്കരിച്ച് ദിവ്യാസ്ത്രങ്ങളെ മനസ്സുകൊണ്ട് സ്മരിച്ച് ഞാൻ വലിച്ചു കെട്ടിയ ഗാണ്ഡീവം കൈലങ്ങടെടുത്തു. നെരുണൽ സൂതികാകാരം ശരയേ നാനാസ്ത്രയോജിതൈ തിര്യകൂർത്തമദപാർത്ഥ ചകാര ശരപഞ്ചരം. അർജുനൻ ആ നാനാസ്ത്ര മന്ത്രങ്ങൾ ജപിച്ച് അസ്ത്രദേവകളെ ആവാഹിച്ചതുമായ ശരങ്ങൾ കൊണ്ട്
പ്രസവമുറിയെ നിരോധിച്ചു. മുകളിലും താഴത്തിലും വിലങ്ങത്തിലും വലിയൊരു ശരകൂടം അങ്ങോട്ട് നിർമ്മിച്ചു. തതകുമാര സഞ്ജാതോ വിപ്രപത്ന്യാരുതന്മുഖു സദ്യോ ദർശനമാപേദേ സശരീരോ വിഹായസ. അപ്പോഴേക്കും വിപ്രഭാര്യക്ക് ഒരു ഉണ്ണി ജനിച്ചു, ഉണ്ണി ഉണ്ടായി എന്ന് കൊണ്ട് പറഞ്ഞു. ബ്രാഹ്മണന് വളരെ സന്തോഷായി, കുളിച്ചു വന്നു. അപ്പോഴേക്കും കുറച്ചു നേരം കരഞ്ഞുകൊണ്ട് ആ കുട്ടി ആകാശത്തിൽ കൂടി ശരീരത്തോടെ അങ്ങോട്ട് പോയി. അതേവരെ ശരീരം ഉണ്ടായിരുന്നു, ഇപ്പൊ ശരീരം കൂടി ഇല്ലാതെയായി. തദാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണ സന്നിധൗ മൗഢ്യം പശ്യതയമേ യോഹം ശ്രദ്ധേ ക്ലീപകഥനം. അപ്പോഴാണ് ബ്രാഹ്മണൻ ശ്രീകൃഷ്ണ സന്നിധിയിലിരിക്കുന്ന അർജുനനെ നിന്ദിച്ചും കൊണ്ട് ഇങ്ങനെ പറയണം, കഷ്ടം, എന്റെ അറിവില്ലായ്മ ആലോചിച്ചു നോക്കി. ആണും പെണ്ണുമല്ലാത്ത ഒരാളെ എന്തൊക്കെയോ അർത്ഥമില്ലാതെ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചുല്ലോ. ന പ്രദ്യുമ്നോ നാനിരുദ്ധോ ന രാമോ ന ച കേശവ യസ്യ ചേകു പരിത്രാതും ഓന്യസ്തവിദേശ്വര. യാതൊരുത്തന്റെ സന്താനത്തെ രക്ഷിക്കാൻ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ എന്നിവർക്കൊന്നും സാധിച്ചില്ലയോ? ആ പ്രജയെ രക്ഷിക്കാൻ സാധിക്കുന്ന ഈശ്വരൻ അന്യൻ ആരാണുള്ളത്? പിന്നെ ഇവർക്കൊന്നും രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാ രക്ഷിക്കാൻ സാധിക്കുക? കഷ്ടം, ഞാൻ ഇയാളുടെ വാക്ക് വിശ്വസിച്ചുല്ലോ. ധിഗർജുനം മൃഷാവാദം ധിഗാത്മശ്ലാഘിനോധനു നൈ ദൈവോപസൃഷ്ടം യോ മൗഢ്യാത് ആനിനിഷതി ദുർമതി. മിഥ്യാവാദം ചെയ്യുന്ന അർജുനനായിക്കൊണ്ട് നിന്ദ ഭവിക്കട്ടെ, ആത്മപ്രശംസ ചെയ്യുന്നവന്റെ വില്ലിനായിക്കൊണ്ട് നിന്ദ ഭവിക്കട്ടെ. ദുർബുദ്ധിയായ യാതൊരു അർജുനൻ അറിവില്ലായ്മ ഹേതുവായിട്ട് ഈശ്വരേച്ഛയാ നശിച്ച കുട്ടിയെ വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഏവം ശപതി വിപ്രർഷോ വിദ്യാമാസ്ഥായ ഫാൽഗുന യയോ സംയമനീമാശു യത്രാസ്തേ ഭഗവാൻ യമ. ബ്രാഹ്മണ ഋഷി ഇങ്ങനെ ശകാരിക്കുമ്പോ അർജുനൻ അങ്ങോട്ട് വല്ലാത്ത വിഷമത്തിലായി. ഉടനെ അർജുനൻ ആകാശഗമനാദി വിദ്യയൊക്കെ സ്വീകരിച്ച് ഭഗവാനായ യമൻ വസിക്കുന്ന രാജധാനിയായ സംയമനി എന്നു പേരായ സ്ഥലത്തിലേക്ക് പോയി ആ ദ്വിജകുമാരനെ കൊണ്ടുവരാനായിട്ട്. അപ്പോഴും ഭഗവാനോട് പറഞ്ഞില്ല അർജുനൻ. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവായ ഈശ്വരനായ ഭഗവാനെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ അർജുനൻ. അങ്ങനെയാണ് അർജുനൻ ആ ദ്വിജകുമാരനെ തിരയാനായിട്ട് പോയത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.